നമസ്കാരം, എൻ്റെ പേര് പ്രപഞ്ചോളിയമ്പ. ഞാൻ തത്തമംഗലത്താണ് എൻ്റെ വീട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് കാട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കടയിൽ പോലെ ഞാൻ കുറേ പ്രാവശ്യം അന്ന് നെല്ലിയാമ്പതിയിൽ പോയപ്പോൾ എനിക്ക് ഉണ്ടായൊരു അനുഭവം, അതാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാനെന്നുള്ളത് അല്ല, ഈ ചെടികളിലെ കുഞ്ഞുറുമ്പുകൾ വരും. അപ്പോൾ അതിൽ ഉറുമ്പുകൾ കൂടി വരുമ്പോൾ അതിന് ഇഷ്ടപ്പെട്ട ഒരു വീടാണ് അത്, ആ ചെടി. അപ്പോൾ അതിൽ അത് കൂടി വയ്ക്കും. അപ്പോൾ അത് കൂടി വയ്ക്കുമ്പോൾ അതിനിഷ്ടപ്പെട്ട സ്ഥലമാണെങ്കിൽ അത് കൂടി വയ്ക്കും. അപ്പോൾ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, നിറയെ ഒരു ഉറുമ്പുള്ള ഈ ഒരു വെട്ടുകല്ലിയാണ്, അത് ഉറുമ്പിനെ പിടിച്ചിട്ടില്ല. ഈ ഉറുമ്പിനെ വെട്ടുകാലിക്ക് എന്തുകൊണ്ടാണ് ഉറുമ്പ് ശത്രുവാണോ ഒന്ന് ഭക്ഷണമാണോ എന്നറിയില്ല. അപ്പോൾ നമുക്കതെന്താണെന്ന് അറിയണ്ടേ, നോക്കാം. ഈ ചെടിയിൽ എന്തൊക്കെയുണ്ട് അതാണ് നമുക്കറിയേണ്ടത്. നമുക്കിപ്പോൾ ഒരു ചെടിയെ കാണാം. അതിൽ എന്ത് നിറമാണ്? നമുക്കിപ്പോൾ ഒരു ചെടിയെ കാണാം, അതിന് എന്ത് നിറമാണ്, അതിനെന്ത് ഭംഗിയാണെന്നൊക്കെ അറിയാം. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഈ മരങ്ങളും ചെടിയൊക്കെ എന്ത് രസമല്ലേ? അപ്പോൾ നമുക്ക് ഈ മരങ്ങളും ചെടിയൊക്കെ എന്താണെന്ന് അറിയണം. ഇപ്പോൾ മരം, അത് ആൽമരത്തിൻ്റെ വീട്ടിൽ അതിന് ആൽമരത്തിൻ്റെ പഴമാണ് ഉള്ളത്. പഴമോ കായോ എന്താണ് ഉള്ളത്. അപ്പോൾ ഈ ആൽമരത്തിൻ്റെ കുരു ഒരു കിളി തിന്നിട്ട് അത് കാഷ്ടമായിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുവിടണം. അതാണ് അപ്പോൾ കാണേണ്ടത്. നമുക്ക് ഒരു ചെടിയെ പറ്റി നോക്കിയാലോ? ഉറപ്പല്ലേ? ഓക്കെ. അപ്പോൾ ഇതെന്തൊക്കെ ഇതിപ്പോ നിറയെ മരങ്ങളുണ്ട്, നിറയെ ചെടികളുണ്ട്. നമുക്ക് അതിനുള്ളിൽ എന്താണെന്ന് കാണാം. ഇപ്പോൾ കാണാൻ പോകുന്ന ചെടിയുടെ പേരാണ് തെച്ചിപ്പൂ. ആ തെച്ചിപ്പൂവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിന് നല്ല ചുവന്ന കളറായിരിക്കും. അതിൽ നമ്മൾ ആ പൂ പറിച്ച പൂ ചെടികൾക്ക് അത് വേനയ്ക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചെടിയെ കാണാം. ഓക്കെ. ഇപ്പോൾ കണ്ട ചെടിയുടെ പേരാണ് തെച്ചിപ്പൂ. അത് കണ്ടോ? ഇപ്പോൾ ഒരു ചിത്രം കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്കൊരു വേറെ ചെടിയുടെ പേര് പറയാം.
കണ്ട ചെടിയുടെ പേരാണ് മാവ്. ആ മാവിന് എന്തൊക്കെ പ്രത്യേകത? അതിൽ ഒരു മാമ്പഴം ഉണ്ടാവും. ആ മാമ്പഴത്തിൽ ഒരു അണ്ടി ഉണ്ടാവും. അണ്ടി നമ്മൾ കുഴിച്ചിട്ടാൽ അത് മാവായി മാറും. അപ്പോൾ മാവ് മരം, മാങ്ങ ഉണ്ടാവുന്ന മരമാണ്. അതിന് എത്ര പൊക്കം ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. ഓക്കെ, ആ ബൈക്ക് അതൊന്ന് മാറ്റണേ. ശരി. ആ മരത്തിന്റെ പേരാണ് മാവ്. ഇപ്പൊ പറഞ്ഞ മാവിന്റെ പേര് അത് തെച്ചി. ഇനി ഇത് മന്ദാരം. അല്ല, എനിക്കറിയില്ല ആ പൂവിന്റെ പേര്. ശരി, എന്നാലും ഒന്ന് നോക്കാം. ആ കാണുന്ന ചെടിയുടെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഒരു തെങ്ങിന്റെ നീളം എത്രയാണെന്നറിയാം. ഇപ്പോൾ കണ്ട രണ്ട് മരത്തിന്റെ പേര്, ഇപ്പുറത്ത് കണ്ട ഒരു മരത്തിന്റെ പേരാണ് തെങ്ങ്. പിന്നെ നേരെ കണ്ട മരത്തിന്റെ പേര് മാവ്, നേരത്തെ പറഞ്ഞ മാവ്. ഇനി നമുക്ക് വേറെ ചെടികളെ കാണാം. അല്ല, സൂരജ് ഇപ്പൊ വിളിച്ചുപോയി. ഇപ്പഴല്ല, ഏട്ട പോയ ശേഷം മാനേജറെ വിളിച്ചിട്ട് കാര്യം പറയാൻ. അപ്പൊ നാളെ വിളിക്കാം അല്ലേ? ഇത്രയും ചെടികൾ നമ്മൾ കണ്ടു. ഇനി ഏതൊക്കെ ചെടികൾ കാണാനുണ്ട് ഒന്നുകൂടി നോക്കാം. ഇനി എൻ്റെ വീട് മൊത്തം കാണാം.
അമ്മേച്ചി Посмотрите-ка скорей, я чух-чух, везу зверей. Если смотришь на слона, пропадают все слова. Альвата, мы видали, вам забыть его едва. А взгляните на жирафа выше папы, выше шкафа. Крокодил Очень зелен, очень строен, и задумчиво спокоен. полный всяческих зверей. Я чух-чух, хочу быстрей. И поет, что было силы. Ну, а страусом я вас, так и быть, станцует вас. എൻ്റെ വീട് മൊത്തം അപ്പം ഇന്ന് കണ്ടു. നന്ദി, നമസ്കാരം. എൻ്റെ പ്രധാന വാർത്തകൾ കഴിഞ്ഞു.